ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ വ്ളോഗ് എന്താ ഹോസ്പിറ്റലിലാണല്ലോ എന്നല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എന്താ പറയുക, പതിവ് പോലെ ഇന്ന് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു, ഛർദിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ നോക്കി രക്ഷയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി ട്രിപ്പ് ഇട്ട് കിടക്കണയാണ് കേട്ടോ. അപ്പോൾ 3 മണിക്കൂർ നമുക്ക് ട്രിപ്പ് ഇടണം. അതുകൊണ്ട് തന്നെ ഇക്കന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാൻ അനിയൻ്റെ കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയത്. കൊച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സമ്മതിക്കണില്ല, നമ്മുടെ കുഞ്ഞു സമ്മതിക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അനിയനെയും കൊച്ചിനെയും ഞാൻ വീട്ടിലേക്ക് വിട്ടു. എന്നിട്ട് പിന്നെ തന്നെ ഞാൻ അവിടെ കിടക്കുവാണ് കേട്ടോ. അവിടെ എപ്പോഴും പോകണോണ്ട് തന്നെ അവർക്ക് നല്ല പരിചയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. കുറേ നേരം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ വീട്ടിൽ കയറിയായിരുന്നു, എൻ്റെ വീട്ടിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മച്ചി കുറച്ച് പഴവും പഴുത്തതും പഴുക്കാത്തതും ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മുന്തിരി ഒക്കെ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഓഫീസിൽ ആരാണ്ട് മാഞ്ഞാലി ഹൽവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു. അത് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഹൽവയായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക, ബീൻസ്, തക്കാളി, കുക്കുംബർ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. കുറച്ച് മാതള നാരങ്ങ, ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ബർത്ത്ഡേക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേക്ക് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ചെമ്മീനാണ് കേട്ടോ അത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചക്കയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഇക്ക വന്നപ്പോൾ ബർത്ത്ഡേക്ക് ഇടാനായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് ആർക്കെങ്കിലും ഒരാൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് എന്തായാലും എടുക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കും കേട്ടോ. ഒരാൾക്കായിട്ട് മാത്രം വീട്ടിൽ ഡ്രസ്സൊന്നും എടുക്കാറില്ല. അയാനപ്പോൾ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് കേട്ടോ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ അവൻ അതിന് ഭയങ്കര ഇറക്കാണെന്നൊക്കെയാണ് പറയണേ. പക്ഷേ ഇറക്കമൊന്നുമില്ല, അവനങ്ങനെ അധികം ഇറക്കം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ സാലിക്ക് ഷർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഇങ്ങനെ ലൂസായിട്ടുള്ള ടൈപ്പ് ഷർട്ട് ഉണ്ടല്ലോ. പക്ഷെ അവൻ ഇട്ടപ്പോൾ നമുക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കുറച്ചും കൂടെ വലുതാവുമ്പോൾ അവനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ അങ്ങനെയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തിടാന്നാണ് വിചാരിച്ചേക്കണേ. അതിനെ കഴിക്കണേ കേക്കാ ഇതോ? ഇതിങ്ങനെ ഇടണേന്നാ ഞാൻ പറഞ്ഞ. ഈ സാധനം ഇങ്ങനെ ഇടണേ ഈ ഷർട്ട്. പക്ഷെ ഇവൻ അങ്ങനെ ഇട്ടിട്ട് ഇറങ്ങിയേക്ക് ഇച്ചിരി ഇടം കുറച്ചേക്കാം. സാലിക്ക് ഒരു ഷർട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞിന് ഇക്ക ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ട്രാക്ക് സൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാനെന്തിനാ ഇത് ഇഞ്ചി എത്ര പിന്നെ ഉരുക്കി നോക്കട്ടെ. ഇതിനെന്നാ കൊച്ചു പാൻറ് എടുത്തില്ലേ? നേരിട്ട് കാണാൻ വലിയ സുഖമില്ലെങ്കിലും ഫോട്ടോയില് കളറുണ്ട്. വലുതാ ഈ ഷർട്ട്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേക്കാരന് ഷർട്ട് അതുപോലെ തന്നെ ട്രാക്ക് സൂട്ട് ആണ് എടുത്തത്. നല്ലതാണ് കേട്ടോ. ഞാൻ ഇക്കാനോട് ചുമ്മാ പറഞ്ഞാണ് കൊള്ളൂല എന്നൊക്കെ, പക്ഷെ നല്ലതായിരുന്നു. ജീൻസ് എടുത്തിട്ടില്ല കേട്ടോ. ജീൻസ് ശരിക്കും പറഞ്ഞാൽ ജീൻസ് ആയിരുന്നു വേണ്ടത്, കാരണം എല്ലാം ചെറുതായി തുടങ്ങി ജീൻസൊക്കെ. പിന്നെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്, ആ ട്രാക്ക് സൂട്ടിന് പറ്റിയ രീതിയിലുള്ളത്. നിങ്ങൾ തിരിച്ചു കാണിച്ചു, അത് നല്ലതാ. പക്ഷേ ചെയ്തിട്ട് കാണിച്ചത് അപ്പോൾ നമ്മുടെ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് രാജേച്ചി ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തു കേട്ടോ. അതാണ് ആദ്യം കാണിച്ചത്. ഇപ്പം കാണിച്ചേക്കുന്നത് വാപ്പ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇക്കടെ ഓഫീസിലുള്ളവർ കൊടുത്ത ഗിഫ്റ്റൊക്കെ അത് അന്നേരം കാണിച്ചതാണ്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് കുറച്ച് ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അയാൻ ഇവിടെ നല്ല പ്രൊഫഷണലായിട്ട് ഇവിടെ മടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മടക്കി വെച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്ന് മടക്കി വെക്കണതാണ്. കാര്യം നല്ല ഭംഗിയിലൊക്കെ തന്നെയാണ് കേട്ടോ. ആൾ നല്ല സെറ്റാക്കി വെക്കണുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇക്ക വന്നപ്പോൾ
കപ്പലണ്ടി മിഠായി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തു, ബാക്കി പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ കുഞ്ഞു എന്നെ കഴിപ്പിക്കാൻ കേട്ടോ. ഭയങ്കര കഴിപ്പിക്കലൊക്കെയാണ് ഇപ്പം. ഞാൻ എന്നിട്ട് പറയും ഇപ്പം കഴിപ്പിക്കും, വലുതാകുമ്പോൾ ഇതുപോലെ കഴിപ്പിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയും ഞാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു ചക്ക ഉണ്ടാവുന്ന ചാക്ക് വലിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. അത് മുറിച്ചു കൊടുക്കാൻ പറഞ്ഞ്. എന്നെപ്പോലെ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഞാൻ അവനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് മുന്തിരിയാന്ന് ചക്ക ഇന്നപ്പ ചക്ക ഇന്നേരി. അങ്ങനെ അവസാനം ചക്ക മുറിക്കാണ് കേട്ടോ. അപ്പോൾ ഇക്കായാണ് ചക്കയൊക്കെ വെട്ടുന്നത്. എനിക്കത്ര എന്താ പറയുക എക്സ്പീരിയൻസ് ഒന്നുമില്ല ചക്ക വെട്ടാനായിട്ട്, വേണമെങ്കിൽ ചെയ്യും എന്നുള്ളൂ കേട്ടോ. അപ്പോൾ പഴുത്ത ചക്കയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ചക്ക കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞിട്ട് ഉമ്മച്ചി നാത്തൂനോട് പറഞ്ഞു. നാത്തൂൻ്റെ മൂത്തുമ്മയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ സംഭവം കൊണ്ടുവന്നേക്കണത്. കാരണം ചക്കയുടെ സീസൺ ആയിട്ടില്ലല്ലോ. ഇത് ചിലപ്പോൾ ബഡ് ആയിരിക്കാം. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ബഡാണെങ്കിലും എന്താണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ലും നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. ശരിക്കും എന്താ പറയുക, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അതുപോലെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര കൊതിയല്ലേ. അപ്പോൾ ഇനി ഭയങ്കരമായിട്ട് കൊതിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ചക്ക കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ആ പ്ലാവിലാണെങ്കിലും ഒരുപാട് ചക്കകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചക്ക ഞാനവിടെ ഇരുന്ന് ഒരിഞ്ഞ് തിന്നണു. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ ചുറ്റിനും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇരുന്നാണ് കഴിക്കണത്. വലിയ ചക്കയല്ല, വളരെ ചെറിയ ചക്കയായിരുന്നു കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണ് കാണണേന്ന് അറിയത്തില്ല. ചെറിയ ചക്കയായിരുന്നു, പക്ഷെ നല്ല വലിപ്പമുള്ള കുരുവായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കുറേ സമയമൊക്കെ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞപ്പോൾ കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് വോമിറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ല, അത് കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഒക്കെ നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പയറൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തേക്കല്ല, നാളെ രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാലിമ അടുക്കളയിൽ തന്നെ ഉണ്ട്. കാരണം അവനിക്ക് എക്സാം നടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തുള്ള വീഡിയോ ആണത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ആൾ പഠിക്കണതാണ്. അപ്പുറം ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൾ പഠിക്കത്തില്ല, നമ്മുടെ കൂടെ ഇരുന്നാലേ പഠിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കും. എക്സാം ആയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്ന് പോകാറില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കാണ്. നമ്മൾ രാവിലെ മുതൽ ഛർദിയായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ വൈകുന്നേരമാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രവും വേസ്റ്റും അങ്ങനെ കുറേ പണികൾ നമുക്ക് വീട്ടിലുണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് കളയാനൊക്കെ ആയിട്ട് അയാൻ പോകുന്നുണ്ട്. മിക്കപ്പോഴും അയാൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയി കളയലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം തന്നെ എളുപ്പത്തിനുള്ള ജോലിയാണ് നോക്കണേ. ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്നാക്ക് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ ഒന്നും ഞാൻ അതിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ കറിവേപ്പില, എൻ്റെ എല്ലാ കറികളും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കറിവേപ്പില ഇടാത്ത ഒരു കറി ഉണ്ടാവില്ല കേട്ടോ. അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പിലേക്ക് ഇടുന്നത്. പിന്നെ രാവിലെ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മുറിക്കാനും നന്നാക്കാനും ഒന്നും സമയം കിട്ടിയില്ല. അപ്പോൾ മീൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ മീൻ വറക്കാമെന്ന് വിചാരിച്ചത്. മീൻ വാങ്ങിയത് ഞാൻ അല്ലായിരുന്നു, അനിയനെ കൊണ്ടാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. നന്നാക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വളരെ കുഞ്ഞ് അയിലയാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ചും കൂടി വലിപ്പം തോന്നുന്നുണ്ട്. വളരെ ചെറിയ അയിലയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ദേഷ്യം വന്നു കേട്ടോ. ഞാനങ്ങനെ ചെറിയ മീനൊന്നും മേടിക്കാറില്ല. തീരെ ചെറുതാണെങ്കിൽ ഞാനങ്ങനെ വാങ്ങാറില്ല. നന്നാക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരും. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം നമുക്ക്. ഒന്ന് മൂടി വെക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരും. പിന്നെ നമ്മൾ ആ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ നന്നാക്കാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇത് കത്രിക വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അയില നന്നാക്കി എടുക്കാമല്ലോ. അപ്പോൾ വളരെ ചെറുതുമായതുകൊണ്ടാണ് നമുക്ക് സമയം കുറച്ചുകൂടി എടുത്തു. കാരണം 1 കിലോ ആണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എണ്ണം ഉണ്ടാവും. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ മേടിക്കണം. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരുമല്ലോ. വലിപ്പം ഇച്ചിരി എണ്ണം കുറവായിരിക്കും എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതേ മീനൊക്കെ നന്നാക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാലീനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു. അതിലേക്ക് ഉപ്പിട്ടു. ഇനി നന്നായിട്ട് തിരുമ്മി അതിൻ്റെ ഉളുമ്പ് മണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പ്, ഇത് നന്നായിട്ടൊന്ന് പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ദേ തക്കാളി ചമ്മന്തി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ആ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ തക്കാളി ചമ്മന്തി സെറ്റായി. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കതേ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ മീൻ ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വേറെ പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേന്നത്തേക്ക് കുറച്ച് പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്കും ദേ വാപ്പ കടയിൽ നിന്ന് വന്നു. വാപ്പ വന്നപ്പോൾ കുറച്ച് ഏത്തപ്പഴവും അതുപോലെ തന്നെ സമൂസയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഓരോ സമൂസ ഞാനും പിള്ളേരൊക്കെ കൂടി കഴിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ സമയത്തൊന്നും ഇക്ക ഉണ്ടായിരുന്നില്ല. ഇക്ക അടിവാടി കളി നടക്കുന്നുണ്ട്, ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പോയേക്കണേയായിരുന്നു ആൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ആൾ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ സെറ്റായി ഇതേ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇതേ കളിയുടെ വിശേഷങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നതാണ് കേട്ടോ. കളി കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്നിട്ട് പിന്നെ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയും. അപ്പോൾ അവിടെ കളിക്കാൻ വന്ന ഒരാളുടെ ഫോട്ടോയൊക്കെ കാണിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേ മീൻ ഫ്രൈ ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ ചോറ് വിളമ്പുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാലീനെ പഠിക്കുന്നുണ്ട്. കാരണം മാത്സാണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഒറ്റയും തെറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. സാധാരണ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന കഴിക്കൽ. ഇന്നിപ്പോൾ അവനെ ഇക്ക പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ വിളമ്പി വെച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഞാൻ തന്നെയാണ് ഇന്ന് കഴിക്കുന്നത്. പിന്നെ ഞാൻ വാപ്പ ഭക്ഷണം കഴിക്കുമ്പോൾ വാപ്പ അങ്ങ് വാരി കൊടുക്കും കേട്ടോ. അവനത് ഭയങ്കര തഞ്ചത്തിൽ പോയിരുന്ന് വാപ്പാരെയും കൂടെ സോപ്പിട്ട് വാരി കഴിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞുവിന് ഇന്ന് അനിയനുണ്ടായിരുന്നു. അപ്പോൾ അവനും വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്ന് ഇക്കാക്ക കൊച്ചിൻ്റെ കാര്യമൊന്നും നോക്കണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇക്കായും സാലയും ലാസ്റ്റ് വന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.